ഹാറ്റ്സ് ഓഫ് ടു കെ പി വാർത്ത. എന്ത് ഫുട്ബോൾ അവർ കാഴ്ചവെച്ച് 90 മിനിറ്റിൽ സ്പെയിൻ പോലത്തെ വേൾഡ് കപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ള ടീമിന്റെ കൂടെ സമനില പിടിക്കാന്ന് വെച്ചാൽ അതൊരു വേറെ ലെവൽ കാര്യമാണ്. അത് മാത്രമല്ല, വിട്ട് കൊടുക്കില്ല വിട്ട് തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കെ പി വാർത്ത നല്ലോണം പെർഫോം ചെയ്തു. കെ പി വാർത്തയുടെ ഡിഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ചൊരു ഡിഫൻസ് ആയിരുന്നു. പലരും ബസ് പാർക്ക് ചെയ്തു അല്ലെങ്കിൽ വോൾ ബിൽഡ് ചെയ്തു എന്ന് പറയുന്ന കണക്കല്ല, അവർ നല്ലവണ്ണം കളിച്ചു. അവർക്ക് അതേ വഴിയുള്ളൂ. അവരൊരു സ്മോളസ്റ്റ് നേഷനാണ്. അവർക്ക് അങ്ങനെ കളിച്ചാലേ, അതും സ്പെയിൻ പോലത്തെ രണ്ടാമത്തെ റാങ്കിങ്ങിലുള്ള ടീമിന്റെ കൂടെയാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ അവർക്ക് കളിക്കാൻ കഴിയുള്ളൂ. പിന്നെ കെ പി വാർത്തയുടെ ഫാൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്ത് നല്ല ഫാൻസാ! ബോള് കിട്ടുന്ന സമയത്ത് ഭയങ്കര ആഘോഷവും ഭയങ്കര ചാൻറ്റുമായിട്ടാണ് അവരുള്ളത്. ലിറ്ററലി ഗൂസ് ബംസ് കിട്ടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അത്. പിന്നെ വൊസീന, എന്ത് നല്ല ഗോൾ കീപ്പിംഗ് അങ്ങനെ കാഴ്ചവെച്ചത്. 40 വയസ്സ് പ്രായമുള്ള ഒരു ഗോൾ കീപ്പറാണ് വൊസീന. സ്പെയിനിന്റെ ഓരോ ഷോട്ട് തടുത്തുകൊണ്ട് ക്യാപ് വെർദിനെ സമനിലയിലാക്കിക്കൊണ്ട് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് വാങ്ങിച്ചുകൊണ്ടാണ് വൊസീന അന്ന് അവിടെ നിന്ന് പോയത്. പിന്നെ ക്യാപ് വെർദെ എന്തുകൊണ്ട് ഈ ടൂർണമെന്റിൽ അനുയോജ്യമാണെന്ന് കാണിക്കുന്ന ഒരു മത്സരവുമായിരുന്നു ഇന്നലെ നടന്നത്. അതുകൊണ്ട് ക്യാപ് വെർദെ മുന്നോട്ട് ഏതുവരെ പോകുന്നത് നമുക്ക് നോക്കിക്കാണാം.